അൻപേരും ഈ സദസ്സിൽ സകല ഉടമയും മാന്യരാം നിങ്ങളെ ഞാൻ ഇമ്പത്തോടു കൈതൊഴുതേൻ കുറവൽ കുളമതിൽ ചേഷ്ടനാം നാണുവിപ്പോ അൻപോടു കേരളത്തിലെ ലക്ഷ്മിയെ തേടി ഞാനും തുമ്പങ്ങൾ കണ്ടു കിട്ടാതെ ഹരിവരവദനാം കുടവയറകനെ വിരവോടു ഞാനി വന്നിക്കുന്നേൻ ഹരിവരവദനാം കുടവയറകനെ വിരവോടു ഞാനിത വന്നിക്കുന്നേൻ ഹരിവരവദനാം കുടവയറകനെ വിരവോടു ഞാനിത വന്നിക്കുന്നേൻ
ഞാനൊരു കുറവനാണ്. 2000 വാങ്ങിയിട്ടുണ്ട്. ഞാൻ 2000 വാങ്ങി. ഒരെണ്ണം പൂച്ചയും കൊണ്ടുപോയി ഒരെണ്ണം ചുട്ടും തന്നു. ശിവനെ കൈലാസമൂർത്തേ ദണ്ഡായുധപാണി. ഭഗവാനെ വിളിച്ചാണ്. അടിയൻ കുറവനാണ്. ഞാനൊരു മനുഷ്യനാണ്. ഒരു മനുഷ്യനാണെന്ന് വെച്ചാൽ 3 ഗുണങ്ങൾ വേണം. എനിക്ക് 3 ഗുണമുണ്ടല്ലോ. എന്താണ് ആദ്യം എന്തൊക്കെ കേൾക്കട്ടെ? എന്തൊക്കെ ഗുണങ്ങളാണ്? 3 ഗുണം. രജോ ഗുണം, തമോ ഗുണം, സത്വ ഗുണം. ഇത് 3 ഗുണങ്ങളുണ്ടെങ്കിൽ ഒരു മനുഷ്യനാവും. ഇത് 3 നമുക്ക് 4 ഉണ്ട്. 4 രജോ ഗുണം, തമോ ഗുണം, സത്വ ഗുണം, ചത്തു ഗുണം. ഇതാണ് പോലെ. ലക്ഷം മാനുഷമുള്ളൊരു സഭയിൽ ലക്ഷണമുള്ളവനൊന്നോ രണ്ടോ. അത് പറഞ്ഞ സത്യമാണ്. ഇത്ര ആൾക്കാരുടെ ലക്ഷണമുള്ളത് ഞാൻ. ഒന്ന് ഞാൻ അല്ലല്ല, അത് കള്ളലക്ഷണമാണ്. അതല്ല പറഞ്ഞത്. നല്ല ലക്ഷണമാണ് പറഞ്ഞത്. ഒന്ന് ഞാന്, പിന്നെ സ്മിതയുടെ ഭർത്താവ്. അല്ലല്ല, നല്ല ലക്ഷണം. മനസ്സിലായി? അല്ല, ഞാൻ നിങ്ങളല്ല പറഞ്ഞത്, വിനോദിനല്ല പറഞ്ഞത്. അത് ഞാൻ തന്നെയാണ്. ഓ, ഞാൻ തന്നെയാണ്. അതൊക്കെ പോട്ടെ. ഞാൻ നിങ്ങളെ എങ്ങനെ വിളിക്കേണ്ടത്? ചെറിയ വിളി ചേർന്ന് കഴിഞ്ഞാൽ അച്ഛാന്ന് വിളിച്ചാൽ അത് അടിയന് പോരായ്മയാണ്. അവരുടെ പേര് വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് പ്രചോദന കുറവാണ്. അപ്പൊ അച്ഛനെ എങ്ങനെ വിളിക്കാം? അച്ഛന്റെ പേരെന്ന് പറഞ്ഞു കൊടുക്കുക. കണ്ണാ, ഞാൻ പേര് രമേശൻ. നോക്കിയോ? അല്ല, വേണോ? നമ്മള് ഇത് ടൈറ്റാനിക് മുങ്ങിയാൽ ഇങ്ങനെ കണ്ണുകുട്ടി അച്ചോ. കണ്ണുകുട്ടി അച്ചാന്ന് വിളിക്കാം. ഓ, സന്തോഷമേ ഉള്ളൂ. കണ്ണുകുട്ടി അച്ചാന്ന് അങ്ങനെ വിളിച്ചാൽ കുഴപ്പമില്ല. വേണ്ട വേണ്ട, അങ്ങനെ തന്നെ മതി. അത് വിളിച്ചാൽ ഞാൻ ആലോചിക്കായിരുന്നു. വേണ്ട വേണ്ട വേണ്ട. ഓ, പറയും വേണ്ട 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 വേണ്ട. വേണ്ട വേണ്ട വേണ്ട, അതന്നെ മതി. അയ്യേ, മാറ്റേണ്ട പരിപാടിയില്ലേ, അതന്നെ മതി. എന്താ അപ്പോഴേ ഓരോന്നായിട്ട്. അപ്പോഴേ എന്താ നിന്റെ പേര്? അച്ഛന്റെ പേരേ, എന്റെ പേര് നാണുവാണ്. നാണു. അപ്പൊ നാണുണ്ട്. നാണു, എന്താ നിന്റെ ജാതി? എന്റെ ജാതി കുറവനാണ്. ഇവിടെ ഉള്ളവർക്കൊക്കെ കൂടുതലാണ്. ഒരാൾക്ക് കുറവുണ്ട്. അതെ, അതേപോലത്തെ ഒരു സാധനം നേരത്തെ ഇവിടെ വന്നു. ഓ, വന്നിട്ടുണ്ട്. അപ്പൊ നാണു, എന്റെ രാജ്യം എവിടെയാണ്? അപ്പൊ കേക്കട്ടെ. എന്റെ രാജ്യം തിരുവനന്തപുരം. രമേശേ, കേട്ടോ? മരവണ്ടി മാത്രം എന്താണ് പറയാ? മാറി. അതെ, അതാണ് അവിടുന്നാണ് പറഞ്ഞത്. അപ്പൊ നിങ്ങൾ ആരൊക്കെ കൂടി എവിടേക്ക് വന്നു? കുട്ടനെവിടെ? ഉറങ്ങാണ്. എന്നെ സ്വന്തം കയറ് കൊണ്ടുപോയോ? ഞാനൊക്കെ എന്തിനാ ജീവിക്കുന്നത്? ഒരെണ്ണത്തിനെയും വെച്ചിട്ട് ഭാര്യമാരോടുകൂടി വന്നു പറയണത്. എനിക്കും അങ്ങനെ പോകാലോ. കയറും കൊണ്ട് പോകണ്ടല്ലോ. നീ നാളെ വിരുന്ന് വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് 3 ആൾക്കും കൂടി വരാതെ ഞങ്ങൾക്ക് നോക്കാൻ ത്രാണിയുള്ളവരാണല്ലോ കെട്ടുന്നത്, കല്യാണം കഴിക്കുന്നത്. എനിക്ക് എന്നാ ത്രാണിയില്ലേന്നാണ്. എന്താ രമേശ ഇങ്ങനെ പറയുന്നത്? ഭാര്യമാരും കൂടി എവിടേക്ക് വന്നു? തൃശ്ശൂർ വന്നു. തൃശ്ശൂര്. എന്നിട്ടോ? തൃശ്ശൂര് വന്നിട്ട് തൃശ്ശൂർ പൂരത്തിന് വന്നാണ്. ആ, ഒന്നിട്ട് പൂരം കണ്ടോ?
അതിനെപ്പറ്റി പിന്നെ പറയാം. തൃശ്ശൂർ വന്നു പറഞ്ഞില്ലേ? തൃശ്ശൂർ എന്തിനു വന്നേ ചോദിച്ചു. അത് ജോലി എന്തൊക്കെയാണ് ചോദിച്ചു. അതൊക്കെ എന്നിട്ടല്ലേ വരേണ്ടത്. പേര് ചോദിച്ചു, ജാതി ചോദിച്ചു, ചോദിക്കണ്ടേ? ആരെ കൂടി എവിടേക്ക് വന്നേ ചോദിച്ചു. ഷീട്ടോ? തുണിക്കച്ചവടം. ശീല കച്ചവടമാണ്. ഓ ശരി. അപ്പൊ തൃശ്ശൂർ പൂരത്തിനൊന്നും നല്ല കച്ചവടവും ചെയ്തിട്ടുണ്ട്. വലിയ പൂരമാണ്. അതിനെപ്പറ്റി ഒന്ന് പറയുന്നോട്ടെ കേക്കട്ടെ. പിന്നെ ഒരു മിനിറ്റ്, ഇതൊക്കെ പൂരത്തിന്റെ ഒക്കെ കഴിഞ്ഞില്ലേ? അതിന് മുമ്പ് വന്ന വരവിൽ എന്തൊക്കെയൊക്കെ നീ നേരത്തെ പറഞ്ഞില്ലേ? വന്നപ്പോ എനിക്ക് അതേമാതിരി പഠിക്കണം എന്ത് പഠിക്കണേ നിങ്ങൾക്ക്? നമ്മളെ കൂടെ കൂടുവോ? എല്ലാം കൂടെ ഒന്ന് നോക്കണം, ട്രൈ ചെയ്ത് നോക്കേ. അതേപോലെ വടിവെക്കാൻ പറ്റുമോ നോക്കാം. അതേപോലെ വടിവെക്കാൻ നല്ലൊരു വടി വേണമല്ലോ അതിന്. പഠിക്കണം പറഞ്ഞായിരുന്നു. ഇതില്ല, തുണ്ടക്കോലുണ്ട്. ശരി നോക്കട്ടെ. അല്ല നമുക്ക് പഠിക്കണമെങ്കിൽ വല്ലവരും പുല്ലുവായതല്ലേ, നോക്കട്ടെ. പണ്ടേ ഉള്ളൊരു ദേവന്മാരൻ എട്ടും പത്തും കെട്ടിയിട്ടില്ല. പുറമെ വെച്ച പോലെ വടി വെച്ചിട്ടുണ്ടോ? എവിടെ വെച്ചത് കാണിച്ചു കൊടുക്കും. ഞാനെവിടെ വെച്ചിരിക്കുന്നത് നോക്കുന്ന തന്നെ വെച്ചിരിക്കണം. എന്താ പറഞ്ഞു ചാന്തൻ ചിന്തുന്നു. അതേപോലെ തന്നെ വെച്ചിരിക്കണം. ഞാൻ വെച്ചവിടെ വെച്ചിരിക്കാം. വെച്ചവിടെ വെക്കാം. ആശാന്റെ കക്ഷത്ത് വെക്കാനല്ല പറഞ്ഞത്. ഇത് പഠിക്കണമെന്നുണ്ടെങ്കിൽ അതേപോലെ ചെയ്യും. ഇത് വിടില്ലല്ലോ. അത് വിടില്ല. അത് ഒന്ന് കിട്ടിയാൽ വിടൂല്ല. അതെ. ഇരുകുടി കെട്ടിയ ദേവന്മാരെ ഓരോന്നായിട്ടുള്ള ഞാൻ വെക്കുന്നവിടെ വെക്കുന്ന ശരി വെക്കാം. അങ്ങനെ കറക്റ്റ് പറഞ്ഞു ഇറക്കി വെക്കാൻ. അല്ല കുറച്ചും കൂടെ ഇറക്കി. ഞാൻ എവിടെ വെക്കണം അവിടെ വെക്കണം. ശരി വെക്കാം. കുറച്ചും കൂടെ ഇറക്കി വെക്കാം. കുറച്ചും കൂടി ഇറക്കി വെക്കാം. ആയിക്കോട്ടെ. വേലർക്കില്ലേ രണ്ടാടച്ച വള്ളി എന്നും ദൈവാനിയുമായി അവര് വെക്കണ പോലെ നമുക്ക് വെക്കും. പഠിക്കണം. 5-6 വർഷമായി കാണണം. നമുക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ വണ്ടി ഓട്ടം.
കാണില്ലേ മുകളിലേക്ക് വെക്കണം അച്ഛാ. ഓ ഇനി മോളിക്ക് വെക്കണം ആ. ഞാനവിടെ വെക്കണം, അവിടെ വെക്കണം. അവിടെ വെക്കണം ഞാനവിടെ ശരി, വെക്കണം. ആയിക്കോട്ടെ ആയിക്കോട്ടെ ഒന്ന് പഠിച്ചിട്ട് ഇരിക്കും എന്താ ഇന്ദ്രനും ഇല്ലേ നാരായണ പൂർവശിലേ നഗരം പതിലോത്തമ ഇല്ലേ നാരായണ പൂർവശിലേ നഗരം പതിലോത്തമ അച്ഛന്റെ കഷത്ത് വെക്കാനാണ് ഞാൻ അവിടെ വെച്ചാൽ അതേപോലെ അച്ഛന്റെ കുറവിന്റെ കഷത്ത് വെക്കാനല്ല പറഞ്ഞത്. എന്റെ നീ കളിക്കുമ്പോ നിന്റെ കഷത്ത് വെക്കുക. നാണ് വെച്ചോടെ വെക്കാൻ പറഞ്ഞു നാണ് വെച്ചോടെയല്ല, നാണ് വെക്കണ പോലെ വെക്കാൻ. വെക്കണ പോലെ ഈ ആദ്യം വെക്കണം നോക്ക്. എന്നിട്ട് എങ്ങനെയാണ് അവര് കഷത്ത് വെക്കുന്ന പോലെ അതുപോലെ നിന്റെ അതിന്റെ കഥ വെക്കണം പഠിക്കാൻ പറ്റുമോ നിനക്ക്? 16,000 സ്ത്രീകൾ കൃഷ്ണൻ കെട്ടി വരുന്നിട്ടില്ല. 16,000 സ്ത്രീകളെ കൃഷ്ണൻ കെട്ടി വരിച്ചിട്ടില്ലേ. കൃഷ്ണൻ കെട്ടി വരിച്ചിട്ടില്ലേ. വെച്ചു വെച്ചു ബോളിൽ വെക്ക് താഴെ വെക്ക് ഇടയ്ക്ക് വെക്ക് ഇടുക്കി വെക്ക് എന്തൊക്കെയുണ്ടെങ്കിൽ എല്ലാം അറിയോ? അതല്ല ഞാൻ പറഞ്ഞത്. ശരിക്കും നോക്കി വെക്കാൻ അല്ല പറ്റില്ല. ഗണേഷ് കുമാർ ഡ്രൈവിംഗ് പോലെയായി. ഓരോ ദിവസം ഓരോ ഭാഗത്ത് വെക്കാൻ പറഞ്ഞിട്ട് ആണ് എന്താ ഓരോ ദിവസം ഓരോ നിയമങ്ങൾ വെച്ചില്ലേ പഠിച്ചില്ലേ നമ്മൾ ഇങ്ങനെ വന്മാരു തുടങ്ങിയ കുറവനു രണ്ട് പോരായിപ്പോൾ. ഇങ്ങനെ വന്മാരു തുടങ്ങിയ കുറവനു രണ്ട് പോരായിപ്പോൾ. കുറവനു രണ്ട് പോരായിപ്പോൾ. ഇപ്പൊ മനസ്സിലായില്ലേ? പരമശിവനും മറ്റേ ശ്രീകൃഷ്ണനൊക്കെ കളിച്ച പോലെ കുറവിന് രണ്ട് പോരാന്ന് ഇപ്പൊ. ഇത് ഞാൻ ഒരു മാസം എന്റെ ഭാര്യ എടുത്ത് പറയും എന്ത് രണ്ടെണ്ണം പോരാന്നോ? അല്ല ഒരെണ്ണം പോലെ രണ്ടെണ്ണം വേണമെന്ന് സമ്മതിക്കണേ ഇല്ല ഒരു കാര്യം ചെയ്യ്. ഇവിടുന്ന് കളി കഴിഞ്ഞ് താഴെ വീട്ടിലൊന്നും പോയി പറയാന്ന്. കുടുംബത്തിൽ കേട്ടുണ്ടോ എന്തായാലും പറഞ്ഞു നോക്കണം ഇന്നത്തെ അപ്പോഴേ തൃശ്ശൂർ പോയിട്ട് വന്നില്ല. അവിടെ തൃശ്ശൂർ പൂരം കണ്ടു വന്നിട്ട് നിങ്ങള് കുറച്ചൊന്നും പറയാം. ഒന്ന് പറയുന്നോട്ടെ കേക്കട്ടെ പുതുമയായി ഞങ്ങൾ പൂരം കാണുവാനായി ഉണരുമ്പോൾ പൂരക്കാവിൽ. പുതുമയായി ഞങ്ങൾ പൂരം കാണുവാനായി ഉണരുമ്പോൾ പൂരക്കാവിൽ. ഉണരുമ്പോൾ പൂരക്കാവിൽ. പുലരുമ്പോൾ പൂരക്കാവിൽ. 6 മണി നേരം വരുമയത്തറ ഞങ്ങളിരുന്നു.
പോയി ഞാനോ ഒരു രാത്രി പകൽ മുഴുവൻ തേടി കുറത്തിയെ കണ്ടതില്ല ഒരു രാത്രി പകൽ മുഴുവൻ തേടി കുറത്തിയെ കണ്ടതില്ല കുറത്തിയെ കണ്ടതില്ല റവാടുകളെ കേട്ടേ ഇതാണ് കൊടുത്തിനെ പറ്റിയിട്ടുള്ളത്. എന്താ ചേട്ടാ കേട്ടോ? എന്താ പൂരം കണ്ടു, ഗംഭീരായി ആനയും മറ്റും ബെഞ്ചാമരും പടക്കും ഒക്കെ കണ്ടു. പക്ഷെ അതിന്റെ ഇടയില് കുറത്തിയെ വിട്ടുപോയി. അതേ തന്നെ ഈ തൃശ്ശൂർ പൂരത്തിന് ഇത്രയും തിരക്കല്ലേ? നല്ല തിരക്കുണ്ട്. ഞാൻ ഒരിക്കലാണ് പോയിട്ട് ഇത്രയും കാലത്ത് കിടക്കി. പിന്നെ പോയിട്ടില്ല. പച്ചവെള്ളം കിട്ടാണ്ടായപ്പോ ഞാൻ വന്നു. അപ്പൊ കുറച്ച് അവിടെ തിരിഞ്ഞു പോയി. അതെ. പക്ഷേ വേറെ കാര്യമില്ല. ആ കുറച്ച് അവിടുന്ന് കഴിഞ്ഞ് പോയിട്ട് ഇവിടെ എന്തിനു വന്നിരിക്കുന്നതാണ്. ഞാനോ ചോദിക്കട്ടെ ഞാനത്? അല്ല അതുകൂടി ചോദിക്കാം. അത് ഇവിടേക്ക് വന്നത് അതിന് നല്ല ലക്ഷണങ്ങൾ വല്ലതും ലക്ഷണം കാണിച്ചു കൊടുക്കാൻ ഇവിടെ വന്നിട്ട് കാണിച്ചു കൊടുക്കാൻ ലക്ഷണം വേണമല്ലോ. ആണോ എന്റെ കുറച്ചുള്ള ലക്ഷണങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷണങ്ങള് ഇന്ന് മുഴുവൻ തീരില്ലാത്ത അത്ര ലക്ഷണമുള്ള കുറച്ച് വന്നുണ്ടോ ഇല്ലെന്ന് അറിയണമല്ലോ. അത്ര ലക്ഷണമുള്ള കുറച്ച് അവളുടെ ലക്ഷണങ്ങൾ പറഞ്ഞാൽ തീരെയില്ലാത്ത ഒന്ന് കേക്കട്ടെ, ഒന്ന് കേക്കട്ടെ. നീയാണ് എന്റെ കുറത്തി ലക്ഷണമെന്നു പറഞ്ഞിടാം.
ആ അപ്പോഴേ നിങ്ങൾ മുഴുവൻ പറഞ്ഞു തന്നില്ലേ തൃശ്ശൂരിന്ന് അങ്ങോട്ട് കിടക്കാൻ പറ്റിയില്ല. ഇങ്ങടാ വന്നിരിക്കാം. ഗ്യാപ്പ് കിട്ടിയപ്പോ ഈ വഴിക്കാ വന്നിരിക്കുന്നത്. കെട്ടിക്കാരെ പറഞ്ഞിട്ട് ഈ വഴിക്ക് വന്നിട്ടുണ്ട്. പക്ഷെ ഇവിടെ എത്തിയിട്ടുണ്ടോ? ഇവിടെ എത്തിയതായിട്ട് ചെറിയൊരു ഓർമ്മ കിട്ടുന്നുണ്ട്. പേര് ലക്ഷ്മി എന്നാണ് അവളും പറഞ്ഞത്. അവൾക്ക് സഞ്ജിതുല്ല എന്റെ ഞാനൊരു പോയി കളിയുടെ പണിയൊക്കെ പറഞ്ഞത് ഞാൻ പോയി കളിയും കളഞ്ഞ് എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അവള് കൈ നോക്കിയിട്ട് അവൾക്ക് കാണിച്ചു കൊടുക്കാന്നും പറഞ്ഞിട്ട് ആദ്യം കളി പഠിച്ചിട്ട് ആർക്കും കാണിച്ചു കൊടുക്കണ്ടേ പക്ഷേ മഹാഭാവമില്ലേ. അപ്പൊ എന്തായാലും ഓ ശരി ശരി ഞാൻ വിളിക്കട്ടെ. ഓ വിളിക്കാം. വിളിക്കുമ്പോഴേക്കും വന്നിട്ട് കുറച്ച് വന്നു വെച്ചാ ഓ വന്നിട്ടുണ്ട് വന്നാണോ ഒന്ന് കാണിച്ചു തന്നെ കണ്ണ് പൊരിയെന്ന് വെച്ചാ അതാണ് എന്റെ കുറച്ചില്ല ലക്ഷ്മി. തിങ്കൾ വെച്ച് വിരിഞ്ഞങ്ങു പോയി കൂറത്തി എന്നെയും വിട്ടതെന്റെ തിങ്കൾ വെച്ച് വിരിഞ്ഞങ്ങു പോയി കൂറത്തിയെ എന്നെയും വിട്ടതെന്തേ എന്നെയും വിട്ടതെന്തേ തൊഴുവാനാവശ്യം വന്നപ്പോൾ പോയി കുറവാനെയും വിട്ടുപോയി
അച്ഛാ ലക്ഷ്മിയെ പറ്റി കുറച്ച് സംശയങ്ങളുണ്ട് അച്ഛാ. അവള് സത്യം ചെയ്യാൻ പറ്റും അച്ഛാ. എന്താണ് സംശയം? അവള് സത്യം ചെയ്യുമെങ്കിൽ എനിക്ക് അവള് സ്വീകരിക്കാനാവില്ല അച്ഛാ. അയ്യോ ലക്ഷ്മിയെ, പറയുന്നു കാര്യം നിസ്സാരം. സത്യം ചെയ്ത് കൊടുക്കുക എന്ത് പറഞ്ഞാലും ഞാൻ എന്തിനാണ് അച്ഛാ ചെയ്യുന്നത്? പ്രശ്നം ഗുരുതരം. ഞാൻ അത് പറഞ്ഞില്ല. അല്ല, അവരിപ്പോ കണ്ടതല്ലേ ഉള്ളൂ. കണ്ടതേ ഉള്ളൂ. സത്യം പറയണം പറഞ്ഞു. അപ്പൊ അത് കുറവൻ ചോദിക്കണ്ടല്ലോ. ആ അതെന്നെ പറയാലോ. അത് ഞാൻ അതൊക്കെ ചോദിച്ചു. എന്നാലും ഇതിപ്പോ കുറച്ച് കാര്യങ്ങളിൽ സത്യം പറയണം, സത്യം ചെയ്യണം. സത്യം പറയാണ്ട് എനിക്ക് സ്വീകരിക്കാനാവില്ല അച്ഛാ. അവൾ എന്തായാലും സത്യം ചെയ്തേ പറ്റും. അതിനൊരു വിഷമം എന്താ വിഷമം? എന്താ വിഷമം? അത് പറയാൻ നോക്കട്ടെ. സത്യമിപ്പോൾ ചെയ്തിടണം, പത്തിനിയാണെന്നറിയട്ടെ ഞാൻ. സത്യമെപ്പോൾ ചെയ്തിടണം, പത്തിനിയാണെന്നറിയട്ടെ ഞാൻ. പത്തിനിയാണെന്നറിയട്ടെ ഞാൻ. ഇത്തിരി പോലും മടിയുണ്ടെങ്കിൽ കത്തിയുമെന്റെ കരമതിലുണ്ട്. ഇത്തിരി പോലും മടിയുണ്ടെങ്കിൽ എന്റെ കരമതിലുണ്ട്. കത്തിയുമെന്റെ കരമതിലുണ്ട്. അവൻ തന്നുടെ ധീരത ഒന്നും നീയെ കണ്ടിട്ട് മാനപ്പുറവൻ കണ്ണുടെ വീരത ഒന്നും കണ്ടിട്ടില്ല. ഇന്നും നീയെ കണ്ടിട്ടില്ല. കത്തിയെടുത്തൊരു കുത്തിനു വെള്ളം പത്തോ നൂറോ പോയാ പോട്ടെ. കത്തിയെടുത്തൊരു കുത്തിനു കൊല്ലും. ഓരോരോ പോയാ പോട്ടെ. പത്തോ നൂറോ പോയാ പോട്ടെ. പത്തോ നൂറോ പോയാ പോട്ടെ. സത്യം എന്തായാലും സത്യം ചെയ്തേ പറ്റൂ. ലക്ഷ്മിയെ, പറയുന്നു അച്ഛാ. സത്യം ചെയ്തേ വെറുതെ ഒരു കുത്തുകൊള്ളണ്ട. നീ സത്യം ചെയ്ത് കൊടുക്കമ്മ. ഞാൻ സത്യം ചെയ്യില്ല അച്ഛാ. എന്താ അത്? എന്താ കാരണം? ഒരു കള്ളിയും കൂടെ ഉണ്ട് അച്ഛാ. ആ അവളും കൂടെ വരണം. ജിഞ്ചിന്നാക്കടി. കാര്യം ജിഞ്ചിന്നാക്കടിന്ന് നേരത്തെ പറഞ്ഞില്ലേ, രണ്ട് ഭാര്യമാരോടുകൂടി വന്നു പറഞ്ഞില്ലേ. പക്ഷേ ഇവരെന്തൊക്കെ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. ശരിയാ, സംഭവം ശരിയാണ്. അപ്പൊ കണ്ടോടാ, അവരൊന്ന് വിളിച്ച് ചോദിച്ചാലോ? എന്നാ പിന്നെ നമുക്ക് പള്ളിയൊന്ന് വിളിക്കുക. കള്ളിയെ വിളിക്കട്ടെ. ഇവിടെ വിളിക്കാൻ വെച്ചാ വിളിച്ച് ചോദിക്കട്ടെ. കാര്യം സത്യം ചെയ്യണോ പാടെ തീരുമാനിച്ചു. അതെ, ഇവര് രണ്ടാമത് മാറി നിൽക്കട്ടെ.